ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? നിങ്ങളുടെ ഉറ്റ സുഹൃത്ത് ആരാണ്? ആരാണ് നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ? ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? आपका सबसे अच्छा दोस्त कौन है? आपका താങ്കളുടെ സബ്സെ ഏറ്റവും അച്ച വലിയ ദോസ്ത് കൂട്ടുകാരൻ കോൻ ഹെ ആരാണ്? ആപ്ക താങ്കളുടെ അല്ലെങ്കിൽ നിൻ്റെ സബ്സെ ഏറ്റവും അച്ച നല്ല ദോസ്ത് കൂട്ടുകാരൻ കോൻ ഹെ ആരാണ്? ആപ്കാ സബ്സെ അച്ഛാ ദോസ്ത് കോൻ ഹെ? ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? ആപ്കാ സബ്സെ അച്ഛാ ദോസ്ത് കോൻ ഹെ? നിങ്ങളുടെ ഉറ്റ സുഹൃത്ത് ആരാണ്? ആപ്കാ സബ്സെ അച്ഛാ ദോസ്ത് കോൻ ഹെ? അതിന് ആൻസർ നമുക്ക് എന്ത് പറയാം? എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ, ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അവനാണ്, അവളാണ് എന്ന് നമുക്ക് പറയാം അല്ലേ? അപ്പോൾ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് രാജു. മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് രാജു. എൻ്റെ ഏറ്റവും അടുത്ത അല്ലെങ്കിൽ നല്ല കൂട്ടുകാരൻ രാജുവാണ്. മേരാ എൻ്റെ, സബ്സെ ഏറ്റവും, അച്ഛ നല്ല, ദോസ്ത് കൂട്ടുകാരൻ രാജു ഹേ. അപ്പം ക്വസ്റ്റ്യനിൽ തന്നെ ആൻസറുണ്ട്. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വാക്ക് മാത്രമാണ് നമ്മൾ മാറ്റണത്. ആപ്ക സബ്സെ അച്ഛാ ദോസ്ത് കോൻ ഹേ എന്നുള്ളത് കോൻ ഹേ മാറ്റി നമ്മൾ. അതിന് പകരം ആപ്ക എന്നുള്ളത് എന്താക്കി? മേരാ സബ്സെ അച്ഛാ ദോസ്ത്, പേര് പറയാം രാജു ഹേ, സീത ഹേ, അങ്ങനെ പേര് പറയാം. കോൻ ഹേ എന്നുള്ളത് മാറ്റാം, എൻ്റെ എന്നാക്കാം. അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ രാജുവാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അല്ലെങ്കിൽ മേരാ സബ്സെ അച്ഛാ ദോസ്ത് സുനിൽ ഹേ, അല്ലെങ്കിൽ സീത ഹേ, എന്ത് വേണമെങ്കിലും അവിടെ കൂട്ടിച്ചേർക്കാം. ഓക്കെ. മേരാ സബ്സെ അച്ഛാ ദോസ്ത് ലിസി ഹേ. വാട്ട് ആർ യു ഡൂയിങ്? നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ പേര്, കൂട്ടുകാരൻ്റെ പേര് രാജു ആണെന്ന് പറഞ്ഞ്, ഇനി നിങ്ങൾ എന്താ ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്? നീ എന്ത് ചെയ്യുന്നു? ആപ് ക്യാ കർ രഹേ ഹോ? ആപ് ക്യാ കർ രഹേ ഹോ? ആപ്പ് താങ്കൾ, ക്യാ എന്ത്, കർ രഹേ ഹോ ചെയ്യുന്നു. ആപ് ക്യാ കർ രഹേ ഹോ? താങ്കൾ എന്തു ചെയ്യുന്നു. ആപ് ക്യാ കർ രഹേ ഹോ? താങ്കൾ എന്തു ചെയ്യുന്നു. ഐ ആം മേക്കിംഗ് സം ടീ. അപ്പോൾ അതിന് ആൻസറായിട്ട് ഐ ആം റീഡിങ് എ ബുക്ക്, അല്ലെങ്കിൽ ഐ ആം മേക്കിംഗ് സം ഫുഡ്, അല്ലെങ്കിൽ ഐ ആം മേക്കിംഗ് സം ടീ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം അല്ലേ? അപ്പോൾ ഇവിടെ ഐ ആം മേക്കിംഗ് സം ടീ എന്നാണ് പറയുന്നത്. ചായ ഉണ്ടാക്കുകയാണ്. ഞാൻ ചായ ഉണ്ടാക്കുകയാണ്. മേം ചായ് ബനാ രഹാ ഹൂം. ഞാൻ ചായയാണ് ഉണ്ടാക്കുന്നത്, ചായ ഉണ്ടാക്കുന്നു. മേം ഞാൻ ചായ് ബനാ രഹാ ഹൂം, ചായ ബനാ രഹാ ഹൂം എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്നു. മേം ഖാന ബനാ രഹാ ഹൂം എന്ന് പറഞ്ഞാൽ ഖാനയുണ്ടാക്കുന്നു. മേം കോഫി ബനാ രഹാ ഹൂം, ഞാൻ കോഫി ഉണ്ടാക്കുന്നു. ബനാ രഹാ ഹൂം ഉണ്ടാക്കുന്നു. അപ്പം മേം ഞാൻ എന്താണോ ഉണ്ടാക്കുന്നത് അത് പറയാം. ചാവൽ ബനാ രഹാ ഹൂം, മേം കോഫി ബനാ രഹാ ഹൂം, മേം ചായ് ബനാ രഹാ ഹൂം, ഞാൻ ചായ ഉണ്ടാക്കുകയാണ്. ഹൂ ഈസ് അറ്റ് ദ ഡോർ? അവിടെ വാതിൽക്കൽ ആരോ നിൽക്കുന്നുണ്ടല്ലോ, അതാരാ? ഹൂ ഈസ് അറ്റ് ദ ഡോർ? ആ വാതിൽക്ക് നിൽക്കുന്നത് ആരാണ്? ഹൂ ഈസ് അറ്റ് ദ ഡോർ? ദർവാജെ പർ കോൻ ഹെ? ദർവാജ ഡോർ, വാതിൽ. ദർവാജെ പർ കോൻ ഹെ ആരാണ്? വാതിലിനടുത്ത് ആരാണ്?
ദർവാജെ പർ കോൻ ഹേ. വാതിലിനടുത്ത് നിൽക്കുന്നത് ആരാണ്? ദർവാജെ പർ കോൻ ഹേ. വാതിൽക്കൽ ആരാണ്? ദർവാജെ പർ കോൻ ഹേ. വാതിൽക്കൽ ആരാണ്? ഹൂ ഈസ് അറ്റ് ദ ഡോർ. അതിന് മറുപടിയായിട്ട് നമുക്ക് പറയാം അവിടെ ആരാ നിൽക്കുന്നതെന്ന്. ഇറ്റ്സ് ദ ഡെലിവറി ബോയ്. ഇറ്റ്സ് ദ ഡെലിവറി ബോയ്. ആ ഡെലിവറി കൊരിയർ കൊണ്ടുവന്നേക്കുന്നത് എന്തോ സാധനം പറഞ്ഞിട്ട് കൊണ്ടുവന്നേക്കുന്ന കൊച്ചാണ്. ഇറ്റ്സ് ദ ഡെലിവറി ബോയ് അല്ലെങ്കിൽ ഇറ്റ്സ് ദ പോസ്റ്റ്മാൻ. ഇറ്റ്സ് ദ ഡെലിവറി ബോയ്. യഹ് ഡെലിവറി ബോയ് ഹെ. യഹ് ഇത് ഡെലിവറി ബോയ് ഹെ. ഡെലിവറിക്ക് വേണ്ടി വന്നിരിക്കുന്നത് സാധനങ്ങൾ കൊണ്ടുവന്ന കുട്ടിയാണ്. യഹ് ഡെലിവറി ബോയ് ഹെ. വെൻ ഡു യു ഗോ ടു സ്കൂൾ? വെൻ ഡു യു ഗോ ടു സ്കൂൾ? നിങ്ങൾ എപ്പോഴാണ് സ്കൂളിലേക്ക് പോകുന്നത്? പഠിക്കാനായിട്ട് അല്ലെങ്കിൽ അധ്യാപികയാണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ ചോദിക്കും. വെൻ ഡു യു ഗോ ടു സ്കൂൾ? എപ്പോഴാണ് സ്കൂളിൽ പോകുന്നത്? തും വിദ്യാലയ കബ് ജാത്തെ ഹോ? തും നിങ്ങൾ വിദ്യാലയം, സ്കൂളിന് വിദ്യാലയം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ ഹിന്ദിയിൽ വിദ്യാലയ്. കബ് ജാത്തെ ഹോ? കബ് എപ്പോൾ, ജാത്തെ ഹോ എപ്പോൾ പോകും. തും വിദ്യാലയ കബ് ജാത്തെ ഹോ? എപ്പോഴാണ് നിങ്ങൾ സ്കൂളിൽ പോകുന്നത്? തും വിദ്യാലയ കബ് ജാത്തെ ഹോ? എപ്പോഴാണ് നിങ്ങൾ സ്കൂളിൽ പോകുന്നത്? ഐ ഗോ ടു സ്കൂൾ അറ്റ് 8 AM. ഞാൻ 8 മണിക്ക് സ്കൂളിൽ പോകും. ഐ ഗോ ടു സ്കൂൾ അറ്റ് 8 AM. ഞാൻ 8 മണിക്ക് സ്കൂളിൽ പോകും. മേം ഞാൻ. സുബഹ് രാവിലെ. സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ എന്നാണ്. ശ്യാം വൈകിട്ട്. വൈകുന്നേരത്തിന് ശ്യാം എന്ന് പറയും. രാവിലെ സുബഹ്. അപ്പോൾ രാവിലെയാണ് 8 മണിക്കാണ്, വൈകുന്നേരം അല്ല. അതുകൊണ്ടാണ് സുബഹ് എന്ന് കൂട്ടിച്ചേർക്കുന്നത്. മേം സുബഹ് 8 ബജെ 8 മണിക്ക് സ്കൂൾ ജാത്താ ഹും. മേം ആയതുകൊണ്ട് ഹും. മേം സുബഹ് 8 ബജെ സ്കൂൾ ജാത്താ ഹും. ഇനി 9 മണിക്കാണെങ്കിൽ മേം സുബഹ് 9 ബജെ സ്കൂൾ ജാത്താ ഹും. 10 മണിക്കാണെങ്കിൽ മേം സുബഹ് 10 ബജെ സ്കൂൾ ജാത്താ ഹും. ഓക്കെ. അപ്പോൾ മേം സുബഹ് 8 ബജെ സ്കൂൾ ജാത്താ ഹും. മേം സുബഹ് 9 ബജെ സ്കൂൾ ജാത്താ ഹും. വെൻ ഈസ് യുവർ ബർത്ത്ഡേ? വെൻ ഈസ് യുവർ ബർത്ത്ഡേ? നിങ്ങളുടെ ജന്മദിനം എന്നാണ്? ആപ്ക താങ്കളുടെ ജന്മദിവസം കബ് എന്നാണ്? ആപ്ക ജന്മദിൻ കബ്? താങ്കളുടെ ജന്മദിനം എന്നാണ്? ആപ്ക ജന്മദിൻ കബ് ഹേ? ഇറ്റ് ഈസ് ഇൻ മെയ്. അത് മെയ്യിലാണ്. അത്രയും നമുക്ക് പറയേണ്ട ആവശ്യമുള്ളൂ. ഇറ്റ് ഈസ് ഇൻ മെയ് എന്ന് പറഞ്ഞാൽ മെയ് മാസത്തിലാണ്. ഇത് മെയ് മാസത്തിലാണ്. യഹ് മയ് മേ ഹേ. മെയ് എന്നുള്ളതിന് ഹിന്ദിയിൽ മയ് മേ ഹേ. യഹ് മയ് മേ ഹേ. മെയ് മാസത്തിലാണ്. യഹ് മയ് മേ ഹേ. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ.